എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, 20 മാർക്കാണ് കേട്ടോ. യെസ്. സോ സാർ ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് വായിക്കുക കേട്ടോ മക്കളെ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 ബിന്ദുക്കളുടെ ദൂരം കണ്ടുപിടിക്കുക. വെൻ എക്സ് കോർഡിനേറ്റ് ആർ സെയിം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡാഷ്. അതിന്റെ മലയാളമാണ് അടിയിൽ വന്നിട്ടുള്ള എക്സ് സൂചക സംഖ്യ തുല്യമായാൽ ദൂരം സമം ഡാഷ്. ഇഫ് 1 പോയിന്റ് ഈസ് ഒറിജിൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡാഷ്. ഒരു പോയിന്റ് ഒറിജിൻ ആയാൽ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആധാര ബിന്ദു ആയാൽ ദൂരം സമം ഡാഷ്. ഓക്കെ, ഇനി രണ്ട് പോയിന്റ് തന്നു അല്ലെ, x1 y1 ആൻഡ് x2 y2. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയാം. ഓക്കെ, ഇനി y കോർഡിനേറ്റ് സെയിം ആയാൽ, y സൂചക സംഖ്യ തുല്യമായാൽ ദൂരം സമം ഡാഷ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 4 മാർക്കാണ് കേട്ടോ. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. എല്ലാം എളുപ്പമുള്ള ഫോർമുലാസ് ആണ്. സാറേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് OAB ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു സമവാർഷിക ത്രികോണത്തിന്റെ OAB എന്ന സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക അല്ലെ. സോ കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടുപിടിച്ച് പറയാം. ഓക്കെ, സോ എല്ലാം ഫിഗർ ഉണ്ടല്ലോ. ഫിഗർ 6 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സാറേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണോ എന്ന് തെളിയിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്, സോ മട്ട ത്രികോണമാണോ എന്ന് തെളിയിക്കുക. നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. യെസ് സാർ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനും 6 മാർക്കാണ് കേട്ടോ. ഇനി കോർഡിനേറ്റുകൾ, അതായത് കോർഡിനേറ്റ് ആക്സിസുകൾ വരയ്ക്കാണ്ട് ഒരു റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് പറയണം. അപ്പൊ 3,5 3,8 അതിന്റെ 2 2 നെക്സ്റ്റ് 2 കോർഡിനേറ്റ്സ് മക്കൾ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ 2 സബ് ക്വസ്റ്റ്യൻ ആണ് 6,2 5,4. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? 2 മാർക്കാണ് കേട്ടോ. സോ മക്കളെ നല്ല അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. യെസ്, നമുക്ക് ആൻസേഴ്സ് ഒന്ന് പറയാം. സാറേ ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. യെസ്, ഒന്നിന്റെ എ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് y2 മൈനസ് y1, ബി ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x² പ്ലസ് y², ഡിസ്റ്റൻസ് ഈക്വൽ ടു സി എന്തായിരുന്നു? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഡി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x2 മൈനസ് x1. സോ 1 2 3 4. ഓക്കെ, ഈസി ആണ്. ഈസി PC ലെമൺ സ്പീസി അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ടിക്ക് ഇട്ടോ, ശരിയാണെങ്കിൽ ടിക്ക് ഇട്ടോ, തെറ്റാണെങ്കിൽ വെട്ടിട്ടോ. ഓക്കെ, സോ അപ് ടു യു ആണ്. സാറേ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അത്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 4നെ സ്പ്ലിറ്റ് ചെയ്ത് 2 2 ആക്കി 60 30 90. സോ ആ O എന്ന് പറയുന്നത് എഴുതിയാൽ 1 മാർക്ക്, ഫിഗറിന് 1 മാർക്ക്, A എന്ന് പറയുന്നത് എഴുതിയാൽ 1 മാർക്ക് കൊടുക്കുക. സാറേ ഇനി ബി കണ്ടുപിടിക്കലാണ് ടാസ്ക്. ഒന്നുമില്ല. ട്രയാങ്കിൾ ODV എടുക്കുക. 30 degrees to 60 degrees to 90, 1:√3:2. സോ അതിനെ 2:2 √3:4 ആക്കി മാറ്റി നമ്മൾ. അതിനുശേഷം കോർഡിനേറ്റ് ഓഫ് ബി എഴുതി 2,2√3. സോ ആ മാറ്റുന്ന പ്രൊസീജിയറിന് മാത്രം സാറ് 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവസാനം എടുത്തിരുന്നതിന് 1 മാർക്ക്. സോ ടോട്ടലി 6 മാർക്കാണ് കേട്ടോ. സോ ടോട്ടലി വരുന്ന 6 മാർക്കാണ് ആ ചോദ്യത്തിൽ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ സെറ്റ് അല്ലേ? സെറ്റ് അല്ലെങ്കിൽ ടാറ്റ കാണിച്ചറാ. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. സെറ്റ് ആണല്ലേ? യെസ്. സോ അമ്മമാരും അച്ഛന്മാരൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. സോ അടുത്ത ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഓൾറെഡി നിങ്ങൾ പഠിച്ച കുറേ പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒന്നും കൂടെ സാർ ഒന്ന് ആ ഒരു ടൈപ്പ് ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ ക്വസ്റ്റൻ ഇട്ടത് അല്ലേ. സോ എന്തായാലും ഫിഗർ ഒന്ന് വരയ്ക്കുക. സാറേ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എ ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റൂട്ട് 40 കിട്ടും, 1 മാർക്ക്. BC ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് അറിയാലോ സാറേ, റൂട്ട് 50 1 മാർക്ക്. അതുപോലെ തന്നെ AC കണ്ടുപിടിക്കുക. റൂട്ട് 10 ആണ്, അതിനും 1 മാർക്കാണ്. ഓക്കെ, സോ ഇത് 3ഉം കണ്ടുപിടിക്കുക സാറേ. നെക്സ്റ്റ് ഇത് 3ഉം എടുത്ത് എഴുതിയിട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 50 ഈക്വൽ ടു 10 പ്ലസ് 40 കിട്ടും. 50 ഈക്വൽ ടു 50. കഴിഞ്ഞ ദിവസം തെറ്റിച്ചോരെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വെരി 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 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ് എല്ലാ എക്സാമിനും. അതായത് ഈ ഒരു ടൈപ്പ്, അതായത് മട്ടത്രികോണം ആണോ എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഐസോസ്ലസ് ആണോ എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ആണോ എന്ന് തെളിയിക്കാൻ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ടൈപ്പാണ് കേട്ടോ മക്കളെ. സോ നന്നായി പഠിച്ചു വെച്ചോ ഈ ക്വസ്റ്റ്യൻ ട്ടോ. സോ 6 മാർക്കാണ്. സോ എന്തായാലും സാറേ എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആണല്ലോ. അഗെയിൻ ഈസി PC ലെമൺ സ്ക്വീസി. സോ ആരോ മാർക്ക് കറക്റ്റ് ആയിട്ട് ഇടുക. 3,8 3,5. നെക്സ്റ്റ് കോർഡിനേറ്റ് ആണ് 2 മാർക്ക്. സോ 2 കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോർഡിനേറ്റിന് 1 മാർക്ക്, ഒരു കോർഡിനേറ്റ് 1 മാർക്ക്, അങ്ങനെ 2 മാർക്ക് കേട്ടോ. നെക്സ്റ്റ് 6,4 5,2. ഓക്കെ,
സോ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡാറ്റ കാണിച്ചറാ. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡാറ്റ കാണിച്ചേ. യെസ്, ഒന്നും കൂടെ സാർ ഒന്ന് ഓടിച്ച് കാണിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറേ, ഡിസ്റ്റൻസ്, എല്ലാ ഡിസ്റ്റൻസുകളും കൃത്യമായി എഴുതിയവര് വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. സോ എല്ലാ ഡിസ്റ്റൻസുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ മാർക്ക് ചെയ്യുക. 4 മാർക്കാണ് അല്ലേ. യെസ്. സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആംഗിളുകൾ ഒ എ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അതിന് രണ്ടിന് 1 മാർക്ക്, വിത്ത് ഫിഗർ 1 മാർക്ക് തന്നിട്ടുണ്ട് സാറ്. ഇനി ബി കണ്ടുപിടിക്കലാണ് ടാസ്ക്. അത് കണ്ടുപിടിക്കാനായിട്ട് 30, 60, 90 വെച്ച് 2,2√3 എഴുതി വെക്കാം സാറേ. നെക്സ്റ്റ് 3 എന്ന് പറയുന്ന പോയിന്റ് ABC എഴുതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ ഡിസ്റ്റൻസുകൾ √40, അതുപോലെ തന്നെ സാറേ √50, √10 ഇതൊക്കെ കണ്ടുപിടിക്കുക. അതെന്നെ മക്കൾക്ക് അറിയാം, ചെയ്ത ചോദ്യമാണ്. സോ അത് കഴിഞ്ഞ് ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്തു. 50 ഈക്വൽ ടു 50. സോ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, യെസ്. ഇനി ഫൈനലി ഈ ക്വസ്റ്റൻ എന്തായിരുന്നു? ആ ഏറോ മാർക്ക് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പകുതി കഴിഞ്ഞല്ലേ, ഒന്നും ചെയ്യണ്ട. 3,8, 3,5, 6,4, 5,2. ഓക്കെ, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡാറ്റ കാണിച്ചേ. സാറേ നമുക്കൊരു 1 മിനിറ്റ് സമയം കൊടുത്താലോ? യെസ്, 1 മിനിറ്റ് സമയം തരാം. എല്ലാവരും തിരിച്ചൊന്നും കൂടെ അയക്കുക കേട്ടോ. യെസ്, പെട്ടെന്നായിക്കോട്ടെ. ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡെയിലി എക്സാം ആയിരിക്കും നമ്മൾ മൺഡേ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സോ അതൊന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക.